ഈ ടോൾ ബൂത്തിന് മേളിൽ രണ്ട് സാധനം വെച്ചിട്ടുണ്ട്. ഇത് നാട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമാണ്. ബസ് കൊണ്ട് കയറുമ്പോൾ ആ മെഷീൻ ഈ മെഷീനും അടിക്കും ഒരേ സമയം. ഏതാ? നമ്മളെ ഒരു വണ്ടിയെ കയറിയുള്ളൂ. ഒരു വണ്ടി അങ്ങോട്ട് കയറുമ്പോൾ ഈ ഇരിക്കുന്ന മെഷീനും ടോൾ അടിക്കും, ആ ഇരിക്കുന്ന മെഷീനും ടോൾ അടിക്കും. ഇവിടുന്ന് വിട്ടാൽ വെഞ്ഞാറമുട്ടി കയറും. വെഞ്ഞാറമുട്ടി കയറിയാണെങ്കിൽ കിളിമാനൂർ കയറും. കിളിമാനൂർ കയറിയാൽ മിനിമം ആ ബസ് സ്റ്റാൻഡിനകത്ത് കയറിയാൽ നടു ഒരെണ്ണം ഒടിയാതെ ഇറങ്ങാൻ അതിൽ ഒരു പ്ലേറ്റ് ഓടിയും ഇരിക്കുന്ന യാത്രക്കാരൻ നടു ഓടിയും. കോടതി എന്താണോ വിധിച്ച തുക, ആ തുക 15 ദിവസത്തിനുള്ളിൽ KSRTC കൈമാറും. 15 ദിവസത്തിനുള്ളിൽ. ഒരു മാസം എന്നാണ് ബഹുമാനപ്പെട്ട കോടതി അറിയിച്ചത്. 15 ദിവസത്തിനുള്ളിൽ കൊടുക്കും. KSRTC ബസ്സിന്റെ കണ്ടക്ടർ ചില്ലറ മാറാൻ കൊടുത്തിട്ട് അതും കൊണ്ടുപോയി അപ്പുറത്ത് കടയിൽ നിന്ന് ഒരു നാരങ്ങാവെള്ളം വാങ്ങിച്ച് ബാക്കി പൈസയും വാങ്ങിച്ച് കൊടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരും കേരളത്തിൽ ധാരാളമുണ്ട്. വണ്ടി ഇടിച്ച് കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. കാരണം ചിലപ്പോൾ ഒരു പിതാവിനെ കൊല്ലുന്നതോടുകൂടി ആ കുടുംബം അതോടെ തകർന്നു പോകും. പെറ്റ് വളർത്തിയ കൊച്ചുമക്കളെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ അതിനെ വണ്ടി ഇടിച്ച് മരിച്ചാൽ, ഒരു ബെൻസ് കാറുള്ള ആളാണെങ്കിൽ അയാൾക്ക് പോലും KSRTC ബസ്സിൽ യാത്ര വഴി കിടക്കില്ല, സമയത്ത് പോകും, സമയത്തെത്തും. എന്തിന് ആൾക്കാർ പറഞ്ഞ എൻ്റെ പൊന്നെ 12 പോകുന്ന ബസ്സാണോ? ഞാനില്ലെന്നാണ് പറയുന്നത്. നിങ്ങളൊന്നും വേണ്ട, പൈസ ഒന്നും വാങ്ങണ്ട. അവരെ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് സൗജന്യമാണ്. ഈ കാർഡ് വാങ്ങിക്കുക, ഒന്ന് സ്വീപ്പ് ചെയ്യുക നമ്മളെ മെഷീനിലേക്ക്. ആ കുട്ടി കയറിയെന്നറിയാൻ വേണ്ടി മാത്രം. അശോക് ലേലൻ്റെ കമ്പനിക്കാരെ ചോദിച്ചത് ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, പാപ്പനംകോട് KSRTCയിലെ മിടുക്കന്മാരായ മെക്കാനിക്കൽ ജീവനക്കാർ ഐഡിയ മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഗ്ലാസ് കൊണ്ടൊരു വണ്ടി വേണം. ഈ ലൈസൻസ് ടു ഡ്രൈവ് ആണ്, ലൈസൻസ് ടു കില്ലല്ല. ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല നമുക്ക് തരുന്നത്. ഇനി KSRTCയിൽ ആര് വിചാരിച്ചാലും ഒരു അഴിമതി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഊരാക്കുടുക്കിലേക്ക്, സോഫ്റ്റ്വെയർ ഊരാക്കുടുക്കിലേക്ക്, കമ്പ്യൂട്ടറൈസേഷനിലേക്ക് KSRTC കൊണ്ടെത്തിച്ചിട്ടുണ്ട്. 3500-ലധികം ജീവനക്കാർക്കെതിരെ നടപടികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തരാതിരിക്കാം എന്നതിനെ കുറിച്ചുള്ള പണം, നമ്മുടെ ക്ലെയിം തരാതിരിക്കുന്നതിനുള്ള എല്ലാ അടവുകളും അവർ പയറ്റും. ഈ 6 പേരല്ലാതെ 7ാമതൊരാൾ ഇത് കൊടുക്കില്ല, ഒരു കാരണവശാലും കൊടുക്കില്ല. കൊടുക്കേണ്ടി വന്നാൽ അന്ന് വണ്ടി ഓടിക്കണ്ട എന്നതാണ് തീരുമാനം. അലങ്കരിച്ച് കൊണ്ടുവരുന്നത് കയ്യടി കിട്ടും, ഇടിച്ചു കൊണ്ടുവന്നവർക്ക് പണി കിട്ടും. ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, ഊതിയാൽ സൈറൺ അടിക്കില്ല എന്ന് ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന പഠനം നടത്തി എനിക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. KSRTC ബസ്സിൽ യാത്ര ചെയ്ത് വിവാഹം കഴിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. KSRTC ബസ്സിന്റെ കണ്ടക്ടർ ചില്ലറ മാറാൻ കൊടുത്തിട്ട് അതും കൊണ്ടുപോയി അപ്പുറത്ത് കടയിൽ നിന്ന് ഒരു നാരങ്ങാവെള്ളം വാങ്ങിച്ച് ബാക്കി പൈസയും വാങ്ങിച്ച് കൊടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരും കേരളത്തിൽ ധാരാളമുണ്ട്. അപ്പം അങ്ങനെ KSRTC ഒരു പലതിൻ്റെയും ഒരു മധ്യസ്ഥനാണ് കേരളത്തിൽ. കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ പലരുടെയും ജീവിതത്തിലെ സമഗ്രമായ മാറ്റങ്ങൾ, ചിലരെ നിങ്ങൾ ഇടിച്ചു കൊന്നതിൻ്റെ പേരിൽ അവരെ കുടുംബമാകെ മാറിപ്പോയതും ഉണ്ട് കേട്ടോ. അങ്ങനെ സമഗ്രമായ മാറ്റം എന്ന് പറയുമ്പോൾ നല്ല മാറ്റമുണ്ട്. ഈ വണ്ടി ഇടിച്ച് കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. കാരണം ചിലപ്പോൾ ഒരു പിതാവിനെ കൊല്ലുന്നതോടുകൂടി ആ കുടുംബം അതോടെ തകർന്നു പോകും. പെറ്റ് വളർത്തിയ കൊച്ചുമക്കളെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ അതിനെ വണ്ടി ഇടിച്ച് മരിച്ചാൽ, നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ അത് ഒരുപാട് വേദന ഉണ്ടാക്കും. ആ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ തകർത്ത് കളയും. അതുകൊണ്ട് നമ്മളിതിൻ്റെ എല്ലാം 2 വശം ആലോചിക്കണം. അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞാനിതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? KSRTCക്ക് വേണ്ടിയിട്ടാണ്. KSRTCയെ ഇപ്പം ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആളൊരു സെലിബ്രിറ്റിയാണ്. എവിടെ ചെന്നാലും എന്നെ അറിയാം. ഞാൻ എന്ത് തമാശ പറഞ്ഞാലും അത് വൈറലാവും. അതിനുവേണ്ടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പം അറിയാതെ പറഞ്ഞു പോകുന്ന സാധനം കത്തിപ്പോകുന്നതല്ലാതെ ഞാനായിട്ട് തയ്യാറെടുത്തിട്ട് ഒന്നും ചെയ്യാറില്ല. പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളവരുമുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല. ഞാൻ ശ്രദ്ധിക്കാറുമില്ല. ഇതിനൊന്നും കണ്ടിട്ട് അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കുന്ന ആളല്ല. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉള്ള ആളല്ല. 7 കിലോമീറ്റർ 8 കിലോമീറ്റർ മൈലേജ് കിട്ടും നമ്മളിപ്പോൾ വാങ്ങിച്ച വണ്ടിക്ക്. നമ്മൾ ട്രയൽ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ആ ലിങ്ക് ബസ് എന്നൊരു പുതിയ ബസ് വരുന്നുണ്ട്. ആ ബസ്സും 4 സിലിണ്ടറാണ്. അത് ഓടിക്കാനും സുഖമാണ്. അതിന് 6 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. ലെങ്ത് കൂടുതലാണ്, 40 പേർക്ക് ഇരിക്കാം. നമ്മൾ വാങ്ങിച്ച സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC ബസ് ഒരു സക്സസ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, അതിനകത്ത് നിറഞ്ഞാണ് പോകുന്നത്. ഒരു ദിവസം ആ വണ്ടി ശരാശരി 10,000 രൂപ മുതൽ 15,000 രൂപ വരെ നമുക്ക് ലാഭമുണ്ടാക്കി തരുന്നുണ്ട്. അതിന് ആ AC ഇട്ടിട്ട് പോലും 5.5 കിലോമീറ്റർ 6 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിയ സൂപ്പർ ഫാസ്റ്റും അത് പുതിയ ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുള്ള വണ്ടിക്ക് അവർ ഓഫർ ചെയ്യുന്ന അവർ വണ്ടി ഓടിച്ചു വരുമ്പോൾ, കാലിയായിട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോൾ 6 കിലോമീറ്ററിന് മേളിലാണ് അവർ മൈലേജാണ്. ലോഡ് കയറ്റി നമ്മൾ പോകുമ്പോൾ അതെങ്ങനെ പോയാലും ഒരു 4.5 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും. ഈ വണ്ടികൾക്കെല്ലാം ഓരോ കിലോമീറ്റർ വെച്ച് മൈലേജ് കൂടുതൽ കിട്ടിയാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ലാഭം കോടികളാണ്. കാരണം നമ്മുടെ നഷ്ടം, നമ്മൾ ഒരു ദിവസം കൈ കിട്ടുന്ന പണത്തിൻ്റെ 50% നമ്മൾ കൊടുക്കുന്നത് ഓയിൽ കമ്പനികൾക്കാണ്. അത് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. അത് വൈദ്യുതി ബസ് കൊണ്ട് നടക്കുന്നില്ല. വൈദ്യുതി ബസ്സിന് പരമാവധി ആറ്റിങ് വരെ പോകാനൊക്കും, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മുമ്പ് വൈദ്യുതി ബസ് എറണാകുളം വരെ ഓടിച്ചു. 10 പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും. അങ്ങനെ യാത്ര പകുതിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല. യാത്ര പൂർണ്ണമാക്കണം.
ഇപ്പം നമ്മൾ വലിയൊരു നഷ്ടത്തെ നേരിടുന്ന സമയമാണ്. കാരണം തിരുവനന്തപുരത്ത് വിട്ടാൽ വണ്ടി റോഡ് പണിയാണെന്നും പറഞ്ഞ് ചാത്തന്നൂർ കിടക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, വണ്ടി ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓഫ് ചെയ്യാൻ പറ്റുമോ? നിരങ്ങി നീങ്ങുകയാണ്. പിന്നെ ചേർത്തല ചെല്ലുമ്പോൾ അവിടെ കിടക്കും. അരൂർ മുതൽ അങ്ങ് ചേർത്തല മുതൽ അരൂർ വരെ അവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ് വണ്ടി ഓടിക്കുന്നവർ. യാത്രക്കാരിൽ നിന്ന് മുഷിയാണ്. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം കഴിഞ്ഞാൽ അങ്കമാലി കഴിഞ്ഞാൽ പിന്നെ കിടപ്പോടെ കിടപ്പാ. 5.5 മണിക്കൂറുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന പോലെ 1 മണിക്കൂറിൽ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറഞ്ഞു 1 മണിക്കൂറിൽ പോകേണ്ട സ്ഥലം 11 മണിക്കൂർ കൊണ്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഡീസലാണ് നമുക്ക് ഒരു ദിവസം. എത്ര വണ്ടിയാണ് പോകുന്ന ആലോചിക്കണം. അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു, രണ്ടും കിടക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ അത്രയും ഡീസൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ച് ഈ റോഡ് പൂർത്തിയായാൽ KSRTCയുടെ മറ്റൊരു സുവർണ്ണകാലം ആരംഭിക്കും. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി എടുത്ത്, ഇപ്പോൾ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു, നല്ല ആസാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ സീറ്റ് വിമാനത്തിലെ ബിസിനസ് ക്ലാസ് പോലത്തെ സീറ്റാണ്. 2 സീറ്റേ കാണുള്ളൂ ഫ്രണ്ടിൽ. വണ്ടിയിൽ വലിയ വിശാലമായ സീറ്റാണ്, നല്ല ചാർജ് ആയിരിക്കും. പക്ഷേ ഈ സീറ്റിൽ കയറിയാൽ നമുക്ക് ചെയ്യാം. ഇത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഡ്രൈവർ മാത്രമായിട്ട് വണ്ടി ബുക്ക് ചെയ്ത് നോൺ സ്റ്റോപ്പായിട്ട് പോയാൽ എന്തിനാണ് സാധാരണക്കാർ കാർ എടുക്കേണ്ട കാര്യം? എന്തിനാ കാർ എടുക്കുന്നത്? ഒരു ബെൻസ് കാറുള്ള ആളാണെങ്കിൽ അയാൾക്ക് പോലും KSRTC ബസ്സിൽ യാത്ര വഴി കിടക്കില്ല, സമയത്ത് പോകും, സമയത്തെത്തും. ഈ റോഡ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് 3-3.25 മണിക്കൂർ കൊണ്ട് നോൺ സ്റ്റോപ്പായിട്ട് വണ്ടി എറണാകുളത്ത് എത്തിക്കാൻ കഴിയും. അപ്പം അങ്ങനെ നമ്മൾ ദീർഘദൂര സർവീസുകൾ കോഴിക്കോടേക്ക് നമ്മൾ വന്ദേ ഭാരതിലെന്ന ആൾ കയറുന്നത് നിർത്താതെ പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണ്. സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയത് എൻ്റെ പിതാവാണ്. അന്നൊരു സങ്കല്പമുണ്ട്, നിങ്ങളെ ചെറുപ്പക്കാരെ അയാൾ മാറിപ്പോയതാണ്, മറന്നുപോയതാണ്. ഒരിടത്തും നിർത്തൂല. ഈ സൂപ്പർ ഫാസ്റ്റ് സാധനം ഫാസ്റ്റായിട്ട് പോകും. അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം നിർത്തും. അത് കഴിഞ്ഞാൽ ഇത് നല്ല വേഗത്തിലും പോകും. ഇത് സമയത്തിന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പേ വണ്ടി എത്തേണ്ട സ്ഥലത്ത് എത്തുമായിരുന്നു. അതാണ് സൂപ്പർ ഫാസ്റ്റിലേക്ക് ജനങ്ങളെ ആകർഷിച്ചത്. പിന്നീട് വന്നവർ സൗകര്യപ്രദമായിട്ട് കൈ കാണിക്കുന്നിടത്തെല്ലാം എല്ലായിടത്തും സ്റ്റോപ്പ്. ഇവിടുന്ന് വിട്ടാൽ എന്തൊരു മെനക്കെടാൻ ഓടിക്കുന്ന ഡ്രൈവർമാർക്കറിയാം. ഇവിടുന്ന് വിട്ടാൽ വെഞ്ഞാറമുട്ടി കയറും. വെഞ്ഞാറമുട്ടി കയറിയാണെങ്കിൽ കിളിമാനൂർ കയറും. കിളിമാനൂർ കയറിയാൽ മിനിമം ആ ബസ് സ്റ്റാൻഡിനകത്ത് കയറിയാൽ നടു ഒരെണ്ണം ഓടിയാതെ ഇറങ്ങാൻ അതിൽ ഒരു പ്ലേറ്റ് ഓടിയും ഇരിക്കുന്ന യാത്രക്കാരൻ നടു ഓടിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ചടയമംഗലം, പിന്നെ ആയൂര് കയറുന്നില്ലെന്നുള്ളൂ, കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ കൊട്ടാരക്കര, അടൂര്, പന്തളത്ത് പോയാൽ പിന്നെ അറിയാമല്ലോ എന്തിനു കൊള്ളാം. പിന്നെ എന്തിന് ആൾക്കാർ പറഞ്ഞ എൻ്റെ പൊന്നെ പന്തളത്ത് പോകുന്ന ബസ്സാണോ? ഞാനില്ലെന്നാണ് പറയുന്നത്. കാരണം വെറുതെ ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് വല്ല ആളുണ്ടോ? റോഡിൽ നിന്നാൽ പോരെ. പണ്ട് പുതിയ ബസ് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. സൂപ്പർ ഫാസ്റ്റിന് പുറത്ത് പ്രീമിയം എന്നടിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം വിട്ടാൽ കൊട്ടാരക്കരയിലേക്ക് കയറും. വഴിയിൽ നിന്നുള്ളവരൊക്കെ എടുക്കും. ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഈ വണ്ടി കയറൂല. ഇത് യഥാർത്ഥ സൂപ്പർ ഫാസ്റ്റ്. എന്താണോ KSRTC സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയപ്പോൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിലായിരിക്കും വണ്ടി. എല്ലായിടത്തും വെഞ്ഞാറമുട്ടി നാളെ എടുക്കും, കിളിമാനൂർ നാളെ എടുക്കും, എല്ലാ ജംഗ്ഷനിൽ നിന്നാണ്. അല്ലാതെ ബസ് സ്റ്റാൻഡിനകത്ത് കയറി ഡ്രൈവറും കണ്ടക്ടറേയും ഊപ്പാട് വരുന്ന പരിപാടി, യാത്രക്കാരനെ മെനക്കെടുത്തുന്ന പരിപാടിയില്ല. കൊട്ടാര വിട്ടാൽ അടൂർ കയറും, നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ പണി അടയ്ക്കാൻ അങ്ങോട്ട് കയറൂല, വെളിയിൽ നിർത്തും. പിന്നെ തിരുവല്ലയിൽ കയറും. പിന്നെ ചങ്ങനാശ്ശേരിയിലും കയറേണ്ട കാര്യമില്ല, പണി അടയ്ക്കാൻ വെളിയിൽ നിർത്തും. കോട്ടയത്ത് നിർത്തും. വഴിക്കുന്നുള്ള എല്ലാവരും നിങ്ങൾ കയറ്റിക്കോ, കൈ കാണിക്കുന്നവരൊക്കെ കയറ്റിക്കോ, എല്ലാ ജംഗ്ഷനിലും നിർത്തിക്കോ. പക്ഷേ ഒരു ബസ് സ്റ്റാൻഡിലും കയറൂല. കാരണം കയറി മെനക്കെടാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് യാത്രക്കാരെന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ വന്ദേ ഭാരതിൽ ആളുകൾ പോകുന്നു, 4 മണിക്ക് ഇവിടുന്ന് കയറിയാൽ 9 മണിക്ക് കോഴിക്കോട് ഇറങ്ങാം. യാത്രക്കാർ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് എത്തിച്ചേരാൻ, സുരക്ഷിതമായ യാത്ര, വേഗത്തിൽ എത്തിച്ചേരണം, സമയത്ത് പോകണം, സമയത്ത് എത്തിച്ചേരണം. നമ്മൾ KSRTC കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്ത് ഇപ്പോൾ നമുക്കറിയാം, ഒരു എൻക്വയറിയുടെ ആവശ്യമില്ല. മൊബൈൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ KSRTC ബസ് എപ്പോഴാണ് വരുന്നത്, ഏതൊക്കെ ബസ്സുണ്ട്, എങ്ങോട്ടൊക്കെ ഉണ്ട്, എത്ര മണിക്ക് വരും, ഇപ്പോൾ തൊട്ടടുത്ത ബസ് എത്ര മിനിറ്റിനുള്ളിൽ ഞാൻ നിൽക്കുന്ന സ്റ്റോപ്പിലെത്തും, വീട്ടിലിരിക്കുന്ന എനിക്ക് ബസ് സ്റ്റാൻഡിൽ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എത്ര സമയം വേണം, ഇതെല്ലാം കാണിക്കുന്ന KSRTC ചലോ ആപ്പ് നിലവിൽ വന്നു കഴിഞ്ഞു. ടിക്കറ്റ് മെഷീൻ മാറി, ആൻഡ്രോയിഡായി. എല്ലാ കാർഡുകളും നിങ്ങൾ ആലോചിക്കണം. കണ്ടക്ടറും യാത്രക്കാരും നമ്മൾ വഴക്കുണ്ടാകുന്ന എവിടെയാണ്? ചില്ലറയില്ല. ഈ ബാഗിലിട്ട് നിങ്ങളിങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കും. അവരെ ബാഗിൽ, സ്ത്രീകളൊക്കെ അവരെ ബാഗിൽ കൈയിട്ട് തപ്പിക്കൊണ്ടിരിക്കും ചില്ലറയ്ക്ക് വേണ്ടി. ഇനി ചില്ലറയുടെ പ്രശ്നമില്ല. സ്മാർട്ട് കാർഡ് വന്നു. 90,000 കാർഡാണ് അടിച്ചത്. അത് തീർന്നു. 5 ലക്ഷം കാർഡ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് 5 ലക്ഷം കാർഡിൽ 30,000 കാർഡ് കഴിഞ്ഞ ദിവസം വന്നു. ഒരെണ്ണം ബാക്കിയില്ല കേട്ടോ, എല്ലാം പോയി. ഇനി 5 ലക്ഷം വരണം. ഈ 5 ലക്ഷം കാർഡിന് പുറത്ത് പരസ്യം ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അതായത് കാർഡിന് പുറത്ത് ഇപ്പോൾ റോഡ് സേഫ്റ്റി പരസ്യങ്ങളാണ് കൊടുക്കുന്നത്. നല്ല തുകയ്ക്ക് ഈ കാർഡിന് പുറത്ത് പരസ്യം ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അങ്ങനെ പരസ്യം ചെയ്തോളാൻ KSRTC CMDക്ക് ഇന്നലെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പരസ്യം ആരുടെ, പ്രൈവറ്റ് കമ്പനികളുടെ പരസ്യം വാങ്ങിച്ചിട്ട് ഇതിന് പുറത്ത് അടിച്ചോളാൻ. ഒരു കാറിൻ്റെ പുറത്തൊരു പരസ്യം കാണും. ഇപ്പോൾ റോഡ് സേഫ്റ്റി പരസ്യമാണ് വെച്ചിരിക്കുന്നത്. അത് സാധാരണ പരസ്യമാക്കിക്കോളാൻ CMDക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കാർഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നത്. കാരണം ഈ പരസ്യത്തിൻ്റെ പൈസ ഇങ്ങനെ വാങ്ങിച്ച് കഴിയുമ്പോൾ കാർഡിൻ്റെ വില ഫ്രീ ആയി. കാർഡ് നമ്മൾ 100 രൂപയ്ക്കാണ് വയ്ക്കുന്നത്.
90 രൂപയ്ക്കാണ്, 90 രൂപ നമുക്ക് കിട്ടും, 1 രൂപ കമ്മീഷനാണ്. അതിന് കടകളിൽ വിൽക്കും. നമ്മളിപ്പോൾ കണ്ടക്ടർമാർ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ കടകൾ വഴിയും വിൽക്കും. KSRTC ബസ് സ്റ്റാൻഡിലും ആ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കടകളിൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റായിട്ട് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടം ഇപ്പോൾ നമ്മൾ കണ്ടക്ടർമാർ വഴി വിതരണം ചെയ്യും. അത് തന്നെ തികയുന്നില്ല. 30,000 അടിച്ചിട്ട് ഒരു 2 ദിവസം എടുത്തില്ല തീരാനായിട്ട്. കുഞ്ഞുങ്ങളുടെ കാർഡ്, നമ്മളിപ്പം സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുമായിട്ട് ഒരു വഴക്കിൻ്റെ കാര്യമല്ല. അവർക്ക് 25 ദിവസം പോകാൻ സർക്കാർ അനുവാദം കൊടുക്കും. 25, ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേയും 4 സൺഡേയും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യാം. അവർ പോകേണ്ട റൂട്ട് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളൊന്നും വേണ്ട, പൈസ ഒന്നും വാങ്ങണ്ട. അവരെ 12ാം ക്ലാസ് വരെ കുട്ടികൾക്ക് സൗജന്യമാണ്. ഈ കാർഡ് വാങ്ങിക്കുക, ഒന്ന് സ്വീപ്പ് ചെയ്യുക നമ്മളെ മെഷീനിലേക്ക്, ആ കുട്ടി കയറിയെന്നറിയാൻ വേണ്ടി മാത്രം. 25 തവണ, 25 അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 50 തവണ ഇത് പഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ച് ചെയ്യണ്ട. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും കൊടുക്കേണ്ട, കൺസെഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല, അത് തീർന്നു. പക്ഷെ കൊടുക്കുന്നത് 2-3 കൊല്ലത്തേക്കായിരിക്കും. 2ാം കൊല്ലത്തിലേക്ക് കയറുമ്പോൾ 110 രൂപ വരെ അടയ്ക്കണം. അറിയാമല്ലോ, നമ്മൾ കാർഡ് എഴുതാൻ വേണ്ടി. കാർഡ് എഴുത്തൊന്നും ഇനി ഉണ്ടാവില്ല. കാർഡ് എഴുത്തില്ല, ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കുകയാണ്. കാർഡ് എഴുത്തില്ല. ഈ കളക്ഷൻ വരുന്ന സ്ഥലത്ത് 3 രജിസ്റ്റർ ഉണ്ട്. കളക്ഷൻ ടിക്കറ്റ് ആൻഡ് ക്യാഷ് എടുക്കുന്നിടത്ത് ആദ്യം ഒരു ബുക്കിൽ എഴുതും, ഇതേ സാധനം അടുത്ത ബുക്കിൽ എഴുതും. ഒന്നുമില്ല. ഇനി അത് പ്രിൻ്റ് ഔട്ടാണ്. പ്രിൻ്റ് ഔട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കിയെല്ലാം സെർവറിൽ കിടപ്പുണ്ട്. കണക്ക് കറക്റ്റായിരിക്കും. അനാവശ്യമായ ജോലികൾ KSRTC ജീവനക്കാർക്ക് ഒഴിവാണ്. ചില മാറ്റങ്ങൾ വരുന്നു. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദോഷമുള്ളതല്ല. ഞാനൊരു മന്ത്രി എന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു മാറ്റവും നിങ്ങൾക്ക് ദോഷമില്ല. ഇവിടെ പറഞ്ഞു 50 പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ശരിയാണ്, 50 പരിഷ്കാരം കൊണ്ടുവന്നതിൽ 1-2 ഞാൻ പറയാം. മൂന്നാറിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് ഓടിച്ചു. ആരും പ്രതീക്ഷിച്ചില്ല. ആ ഡബിൾ ഡെക്കർ ബസ് ഞാനാണ് രൂപകൽപ്പന ചെയ്തത്. KSRTCയിലെ ജീവനക്കാരാണ് അതിനെ ഉണ്ടാക്കിയെടുത്തത്. അല്ല ബേട്ട, എന്നോട് അശോക് ലേലൻ്റെ കമ്പനിക്കാരെ ചോദിച്ചത് ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, പാപ്പനംകോട് KSRTCയിലെ മിടുക്കന്മാരായ മെക്കാനിക്കൽ ജീവനക്കാർ ഐഡിയ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതാണ് ഗ്ലാസ് കൊണ്ടൊരു വണ്ടി വേണം. അത് പഴയൊരു സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു സ്വപ്നമാണ്. ഒരു തമിഴ് സിനിമ കണ്ടപ്പോൾ ഒരു പാട്ട് സീനിൽ ഒരു കണ്ണാടി കൊണ്ടുള്ളൊരു ബസ് കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇതുപോലെ ബസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ KSRTCയിലെ ജീവനക്കാർ, പാപ്പനംകോട് മെക്കാനിക്കൽ ജീവനക്കാർ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തന്നതിലേക്ക് നന്ദിയുണ്ട്. ആ വണ്ടി ഒരു ദിവസം 40,000 രൂപയ്ക്ക് മേൽ പ്രോഫിറ്റ് ഉണ്ടാകുകയാണ്. ഒരു ദിവസം നമ്മുടെ ചിലവ് 13,000 രൂപയാണ്. നമുക്കൊരു ദിവസം ശരാശരി കിട്ടുന്നത് 53,000 രൂപ, 58,000 രൂപ കിട്ടിയ ദിവസങ്ങളുണ്ട്. 40,000 രൂപ നമുക്കൊരു ദിവസം പ്രോഫിറ്റ് ഉണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ ഈ നാട്ടിലെ എല്ലാവരും ഇടിച്ചു കൊല്ലുകയാണ്. ആൾക്കാർ ഇടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഡ്രൈവിംഗ് അറിയില്ല. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു, ഇവിടെ ഇഞ്ചക്കൽ ഒരാൾ 2018 ലൈസൻസ് എടുത്തു, കൈ തെളിയാൻ വേണ്ടി ഓടിച്ചതാ, ഒരാളെ കൊന്നു. പ്രധാനപ്പെട്ട ഒരു സംഭവം, തിരുവനന്തപുരത്ത് വന്നൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാണ്. അങ്ങനെ കൈ തെളിയേണ്ടതില്ല, KSRTC തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് വന്നവൻ പറഞ്ഞു, ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും, കർശനമാക്കും പരിശോധന. ഇന്നത്തേക്കല്ലത്, നാളത്തേക്കാണ്. ഇന്നത്തേക്കല്ല. ഇന്ന് ഡ്രൈവിംഗ് പഠിച്ച വീരന്മാരെ നടപ്പുണ്ട് ആളെ കൊല്ലാനായിട്ട്. അതല്ല, ഈ ലൈസൻസ് ടു ഡ്രൈവ് ആണ്, ലൈസൻസ് ടു കില്ലല്ല. ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല നമുക്ക് തരുന്നത്. നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസാണ് തരുന്നത് എല്ലാ രാജ്യങ്ങളിലും, ഇവിടെയും. പക്ഷേ ദൗർഭാഗ്യവശാൽ ലൈസൻസ് ടു കിൽ ആയി മാറി. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നടപടിയെടുത്തപ്പോൾ എനിക്കെതിരെ ഒരു വലിയ സമരം. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഞങ്ങളുടെ കഞ്ഞിയിൽ ഈ ദുഷ്ടൻ പാറ്റയിട്ടു, മണ്ണ് വാരിയിട്ടു, ഇയാളോട് പ്രതിഷേധിച്ചുകൊണ്ടൊരു കുഴി കുഴിച്ച് ഞങ്ങളുടെ ശവപ്പറമ്പിൽ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ദിവസം പ്രമോദിനോട് ചോദിച്ചു, പ്രമോദേ, നമുക്ക് ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററൊക്കെ ഉണ്ട്, നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂളും തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. പ്രമോദിന് ഒന്നിനും നോ പറയത്തില്ല. പ്രമോദ് പറഞ്ഞു, ശരി സാറേ, തുടങ്ങാമെന്ന് പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഏർപ്പാട് ചെയ്തു. നമ്മൾ തുടങ്ങി ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങി. അടുത്ത 4 മാസത്തേക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള കുട്ടികൾ അഡ്വാൻസ് റിസർവേഷനിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം. അതിനുശേഷം 5 പൈസ ചെലവില്ലാതെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം ഉപയോഗിച്ച് KSRTC 21 ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മാത്രം KSRTCയുടെ ലാഭം. കോടികൾ കടന്നിരിക്കുന്നു. എല്ലാ സോഫ്റ്റ്വെയറിലാണ്. ഇന്ന് 100 രൂപ ഒരു കുട്ടി, 1000 രൂപ ഒരു കുട്ടി അടച്ചാൽ ആ പണം കൃത്യമായി CMDക്ക് വരെ അറിയാം എത്ര പൈസ അടച്ചു. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ അതിവിടെ കാണാൻ പറ്റില്ല. എല്ലാ സോഫ്റ്റ്വെയറാണ്, കംപ്ലീറ്റ് ഡിജിറ്റൽ ആണ്. അതുപോലെ നിങ്ങളുടെ സ്പെയർ പാർട്സുകൾ. ഇനി KSRTCയിൽ ആര് വിചാരിച്ചാലും ഒരു അഴിമതി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഊരാക്കുടുക്കിലേക്ക്, സോഫ്റ്റ്വെയർ ഊരാക്കുടുക്കിലേക്ക്, കമ്പ്യൂട്ടറൈസേഷനിലേക്ക് KSRTC കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഒരു സ്റ്റോക്ക് വന്നു, ഒരു സാധനം വന്നു, ഒരു ഫ്യൂവൽ ഫിൽറ്റർ വന്നു. അത് പാപ്പനംകോട് വന്ന് ഇറങ്ങുമ്പോൾ അവിടെ റീഡ് ചെയ്യും. കയറി കഴിഞ്ഞു 500 ഫ്യൂവൽ ഫിൽറ്റർ വന്നു അശോക് ലൈലൻഡിൻ്റെ. അതവിടെ റീഡ് ചെയ്യും. അതിൽ നിന്ന് 10 എണ്ണം മാവേലിക്കരയ്ക്ക് അയച്ചു. മാവേലിക്കരയ്ക്ക് പോകുമ്പോൾ QR കോഡ് റെഡി ചെയ്താണ് കയറ്റുന്നത്. അപ്പോൾ എന്ത് പറ്റി? മാവേലിക്കരയ്ക്ക് പോയി. മാവേലിക്കര എത്തുമ്പോൾ
QR കോഡ് കഴിയും. ഇവിടെ മാവേലിക്കരയിൽ കിട്ടി. അവിടെ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കുന്നു. വർക്ക്ഷോപ്പിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ നേരെ വണ്ടിയിലേക്ക്, ഇന്ന വണ്ടിയിലേക്ക് എന്നറിയാൻ പറ്റും. ഇന്ന വണ്ടിയിലേക്ക് ഈ പാർട്സ് ഇടുന്നോടി സ്റ്റോക്കിൽ ഒരെണ്ണം കുറയും. 5000 UL വിട്ട് വാങ്ങാൻ നമ്മൾ ഉത്തരവ് കൊടുക്കും, ടെൻഡർ വിളിച്ചിട്ട്. അപ്പോൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. പക്ഷെ നമ്മൾ 500 വാങ്ങിക്കും. 300 എണ്ണം തീർന്നു കഴിയുമ്പോൾ ആ രാത്രിയിൽ തന്നെ, ആ രാത്രി 12 മണിക്ക് 200ാമത്തെ സാധനം അതിലേക്ക് പോയി കഴിയുമ്പോൾ 199 അവശേഷിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ബന്ധപ്പെട്ട കമ്പനിക്ക് അടുത്ത 301 എണ്ണത്തിനുള്ള ഓർഡർ കമ്പ്യൂട്ടർ തന്നെ അയച്ചു കൊടുക്കും. നമ്മളൊന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞു പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം? പൈസ കൊടുക്കുന്നതും കമ്പ്യൂട്ടറാണ്. ഞാനൊരു സാധനം സപ്ലൈ ചെയ്യുന്ന കമ്പനിക്കാരനാണ്. ഞാൻ 10:30 മണിക്ക് സാധനം സപ്ലൈ ചെയ്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങുന്ന ടയറിൻ്റെ മെറ്റീരിയലാണ്. ടയറിൻ്റെ റീത്രെഡ് മെറ്റീരിയലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം. ഉദാഹരണത്തിന് ടയർ റീത്രെഡ് ചെയ്യുന്ന മെറ്റീരിയൽ സപ്ലൈ ചെയ്തു ഒരാൾ 10:30 മണിക്ക്, മറ്റൊരാൾ സപ്ലൈ ചെയ്തു 11:30 മണിക്ക്. ആരാണോ 10:00ക്ക് തന്നത് അയാൾക്ക് എത്ര രൂപ കൊടുക്കണം എന്ന് കമ്പ്യൂട്ടർ പറയും. ആ പറയുന്ന തുക മാറ്റി കൊടുക്കാൻ മാത്രമേ, ബാങ്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ മാത്രമേ ഇനി ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ളൂ. അല്ലാതെ എൻ്റെ സൗകര്യത്തിന് ആദ്യം വന്ന് കാണുന്നവൻ ആദ്യം കൊടുക്കാമെന്ന് ഇനി നടക്കില്ല. ആദ്യം ആരാണോ തന്നത് അയാളുടെ അക്കൗണ്ടിലേക്ക് പണം 1 കോടി രൂപ ഇന്ന് വിഭജിക്കുകയാണെങ്കിൽ 1 കോടി രൂപ എങ്ങനെ വിഭജിക്കാമെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ പറയും ഈ 1 കോടി രൂപ ആർക്കൊക്കെ കൊടുക്കണം, എത്ര രൂപ വെച്ച് കൊടുക്കണം. ആ തുക ബാങ്ക് വഴി മാറ്റി കൊടുക്കും. KSRTCക്ക് 158 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് KSRTC അഭിമാനത്ത് പറയുന്നു, KSRTCക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിങ്ങളുടെ ശമ്പളത്തിന് വേണ്ടി എടുത്ത് ഓവർ ഡ്രാഫ്റ്റിലെ ഒറ്റ അക്കൗണ്ടേ റൺ ചെയ്യുന്നുള്ളൂ. ബാക്കി അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇതൊക്കെ മിസ്മാനേജ്മെന്റ് ആണ്. 158 അക്കൗണ്ടാണ് ഈ സ്ഥാപനത്തിൽ. എന്തിന്? കാലാകാലങ്ങൾ മാറി വരുന്ന മന്ത്രിമാർ, MD മാർ അവരവരെ ഇഷ്ടത്തിന് ഒരു ബാങ്കുകാരൻ വന്ന് കണ്ടു, എനിക്ക് അക്കൗണ്ടുള്ള ബാങ്കുകാരൻ കൊടുത്തേരും ഒരു അക്കൗണ്ട്. ഉടനെ അപ്പോഴത്തെ CMD എന്ത് ചെയ്യും? ഒരു അക്കൗണ്ടിനെ കൊടുത്തേക്കും. മന്ത്രി പറഞ്ഞില്ലേ, കൊടുത്തേക്കും. അവിടെ കുറച്ച് പൈസ ഇടും, അതവിടെ കിടക്കും. അതിൽ നിന്ന് പിടിക്കാവുന്ന എല്ലാം ബാങ്കുകാർ പിടിച്ചുകൊണ്ടിരിക്കും. അറിയാതെ പിടിച്ചുകൊണ്ടിരിക്കും. സർവീസ് ചാർജായിട്ട് പിടിക്കും. അങ്ങനെ നമ്മുടെ പൈസ എത്രയാണ് ചോർന്ന് പോകുന്നത്? ടോൾ ബൂത്തിൽ കയറുന്ന കഥ പറയാം നിങ്ങൾ. ടോൾ ബൂത്തിൽ കയറുമ്പോൾ ബസ്സാണ് കയറുന്നത്. ഈ ടോൾ ബൂത്തിന് മേളിൽ 2 സാധനം വെച്ചിട്ടുണ്ട്. ഇത് നാട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമാണ്. ബസ് കൊണ്ട് കയറുമ്പോൾ ആ മിഷൻ ഈ മിഷനും അടിക്കും ഒരേ സമയം. ഏതാ? നമ്മൾ ഒരു വണ്ടിയെ കയറിയുള്ളൂ. ഒരു വണ്ടി അങ്ങോട്ട് കയറുമ്പോൾ ഈ ഇരിക്കുന്ന മെഷീനും ടോൾ അടിക്കും, ആ ഇരിക്കുന്ന മെഷീനും ടോൾ അടിക്കും. ഇത് കണ്ടുപിടിച്ച വകയിൽ മാത്രം KSRTCക്ക് 4 കോടി രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചു, ഈ കള്ളത്തനം കണ്ടുപിടിച്ചു. ഈ ടോള് കമ്പനിക്കാരൻ ഇത് അടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളെല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കാം, ഓരോ മുക്കിലും മൂലയിലും ശ്രദ്ധിക്കും. 50 പരിഷ്കാരങ്ങൾ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ പറഞ്ഞു, ഡബിൾ ഡക്കർ പറഞ്ഞു, AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് വണ്ടി വന്നു. ഇതെല്ലാം ഈ 50 പരിഷ്കാരവും ദൈവത്തിൻ്റെ കരുണ കൊണ്ടാന്ന് തോന്നുന്നു എല്ലാം വിജയിച്ചു. നിങ്ങളുടെ പരിശ്രമം കൊണ്ടുകൂടി എല്ലാം വിജയിച്ചു എന്ന് അഭിമാനത്തോടെ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇന്ന് KSRTC പച്ച പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ചുമതല KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർക്കും ജീവനക്കാർക്കുമാണെന്ന് ഞാൻ സന്തോഷത്തോടെ പറയും. കാരണം പറയുന്ന കാര്യങ്ങളുടെ സെൻസ് മനസ്സിലാക്കി ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്, അവരത് മനസ്സിലാക്കുന്നു. സെൻസ് മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങളെ എതിർക്കാതെ അതിൻ്റെ കൂടെ നിന്ന് വിജയിപ്പിക്കാൻ രാഷ്ട്രീയത്തിനതീതമായി ശ്രമിക്കുന്ന KSRTC ജീവനക്കാരെയും ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നത്. വേണമെങ്കിൽ വെറുതെ എതിർക്കാമല്ലോ, വേണമെങ്കിൽ ഇയാൾ പറയുന്നതെല്ലാം വെറുതെ എതിർക്കാമല്ലോ. പക്ഷെ അതെടുക്കുന്നില്ല. നമ്മൾ ഒറ്റക്കെട്ടായി മന്ത്രിയും CMDയും ജീവനക്കാരും സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് KSRTCയിലെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ യാതൊരു സംശയവും വേണ്ട. ഈ പറയുന്ന ആദ്യഘട്ടത്തിലെ 150 വണ്ടികൾ അത് ഇറങ്ങുന്നതോടെ തന്നെ KSRTCയിലെ വരുമാനത്തിൽ ഒരു ദിവസം 50 ലക്ഷം രൂപയുടെ വർധനവ് ഉണ്ടാകണം. 50 ലക്ഷയുടെ വർധനവ്. ഇന്ന് 7.5 കോടി 8 കോടിക്ക് മേളിൽ വന്നാൽ ഈ 18-ാം തീയതിത്തെ കണക്ക് ഞാൻ പറയാം. ഈ 18-ാം തീയതി, ഈ ഓഗസ്റ്റ് മാസം 18-ാം തീയതി, ഈ 18-ാം തീയതി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 18-ന് KSRTCയുടെ ഒരു ദിവസത്തെ നഷ്ടം 90 ലക്ഷം രൂപയാണ്. ഈ 18-ാം തീയതി അതേ ദിവസം ഈ വർഷം KSRTC നഷ്ടം വെറും 10 ലക്ഷം രൂപയാണ്. ഇവിടെ എത്തിയെന്ന് ആലോചിക്കണം, ചെറിയ കാര്യമല്ല. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ, ഈ ജൂലൈ മാസമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ കഴിഞ്ഞ ജൂലൈ മാസത്തേക്കാൾ 11.5 കോടി രൂപയുടെ നഷ്ടം KSRTC ഈ വർഷം കുറച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറച്ച് മൈൽ വണ്ടി ഓടുകയും ദൂരം കുറച്ച് ഓടുകയും കിലോമീറ്റർ കുറച്ച് ഓടി. യാത്രക്കാരുടെ എണ്ണം അതിനേക്കാൾ ഏതാണ്ട് 10 to 20% വർധന വന്നിട്ടുണ്ട്. യാത്രക്കാർ കൂടി, ഈ പുതിയ വണ്ടികൾ കൂടി വരുന്നതോടെ KSRTC യാത്രക്കാരെ എണ്ണം വർദ്ധിക്കും. നമ്മൾ കൃത്യമായി ഓടിയാൽ മതി. അതുമാത്രമല്ല, KSRTC ഇന്ത്യയിൽ ചരിത്രം തിരുത്തുകയാണ്. എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. KSRTC ചരിത്രം തിരുത്തുകയാണ്. KSRTC ഇനി ഓപ്പറേഷൻസ് മുഴുവൻ കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട AI അധിഷ്ഠിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ KSRTC വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. KSRTC ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഏർപ്പെടുന്ന എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ്. ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പേ എനിക്ക് തോന്നി, ഈ വെറുതെ കിടന്ന് ഓടുന്നതും വരിയായിട്ട് പോകുന്നതും ഒഴിവാക്കിയാൽ
കൃത്യസമയത്ത് വണ്ടി പോയാൽ ഈ എല്ലാം കൂടി വരിയായിട്ട് പോകുന്നതും പിന്നെ വെറുതെ കിടന്നോടുക. ഉച്ചയാകുമ്പോഴത്തേക്കും ചടയം കൊട്ടാരക്കരയും ചടയങ്ങളത്തേക്ക് വെറുതെ പോവുക, ഉച്ചയ്ക്ക് തിരിച്ച് ഇങ്ങോട്ട് വരിക. അതിൻ്റെ ആവശ്യമില്ല. കൊട്ടാരക്കര വന്നാൽ കൊട്ടാരക്കര കിടക്കും, ചടയങ്ങളത്തിൽ വന്നാൽ വേണ്ടി ഡ്രൈവർ കിടക്കും, ഡ്രൈവറും കണ്ടക്ടറും ഒന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് 3 മണിക്ക് എണീറ്റ് വണ്ടി ഓടിക്കും. അപ്പോൾ ഈ ടയർ ചെയ്യത്തില്ല, ഡീസലും പോകില്ല. ഡ്രൈവർ ഉറങ്ങിയതുകൊണ്ട്, ഡ്രൈവറും കണ്ടക്ടറും വിശ്രമിച്ചത് കൊണ്ടോ വരുന്ന നഷ്ടം ഞങ്ങളങ്ങ് സഹിച്ചു. ആ നഷ്ടം സഹിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് തരുന്ന ആരാണ്? ആരാണ് ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്? ഈ സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയറിൽ 24 മണിക്കൂറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഓടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് അങ്കമാലിയിലേക്ക് ചെന്നിറങ്ങുന്ന വണ്ടികൾ മിംസ് റോഡും വരും, NH വരും. ഈ 2 വണ്ടികളും തൃശ്ശൂർ എത്തുന്നതിന് ബഞ്ചിയാണ്, അടുത്തടുത്ത് പോവുകയാണ്. അപ്പം ഇത് ഈ കമ്പ്യൂട്ടർ നമുക്ക് പറഞ്ഞു തരും. അങ്കമാലി വഴി വരുന്ന വണ്ടി മൂവാറ്റുപുഴയിൽ 15 മിനിറ്റ് കിടന്നാൽ, 15 മിനിറ്റ് സ്ലോ ആയിട്ട് വന്നാൽ ഇവിടെ ബഞ്ചിയില്ല. ഇതാണ് ആദ്യഘട്ടം. ഇതെൻ്റെ മനസ്സിൽ തോന്നിയൊരു സ്വപ്നമാണ്. ഒരു കലാകാരൻ നിലയിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സ്വപ്നമാണിത്. മന്ത്രിയാവുന്നതിന് മുമ്പേ ഈ ഡബിൾ ഡെക്കർ പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു സ്വപ്നമാണ്. ഞാനിവിടെ വന്ന് MDA എല്ലാ സംസ്ഥാനത്തും അയച്ചു. അദ്ദേഹം പല കോൺഫറൻസിലും ചോദിച്ചു, ഇങ്ങനെ സാധനമുണ്ടോ? എന്താണ്? ഷെഡ്യൂൾ ചെയ്യണം. ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണും കഴിഞ്ഞ 5 വർഷത്തെ ടിക്കറ്റ് മെഷീൻ്റെ ഡേറ്റയും അതിൽ നിന്ന് കിട്ടിയ എത്ര യാത്രക്കാർ, എത്ര മണിക്ക്, എത്ര ദിവസം, ഏത് ദിവസം ആൾ കൂടുതൽ, ഏത് ദിവസം കുറവ്, ഇതെല്ലാം കാണിക്കുന്നത്. വണ്ടിയുടെ പൊസിഷൻ ഇപ്പം നമ്മൾ ടിക്കറ്റ് മെഷീൻ പോകുമ്പോൾ എവിടെ ബസ് നിൽക്കുന്നറിയാം. വരിയായിട്ട് പോകുന്ന വണ്ടിയൊക്കെ നമുക്കിപ്പോൾ കൺട്രോൾ റൂം വരെയാണ് കാണാൻ പറ്റും. ഇതുവരെ കൺട്രോൾ റൂം ഇല്ല. എന്താണ് കൺട്രോൾ റൂം? KSRTCയുടെ 5-6 തടി മേശയും 2 ഫോണും. അത് മാറി. കേരളത്തിലോടുന്ന എല്ലാ ബസ്സുകളും KSRTCയുടെ കൺട്രോൾ റൂം, അത് ജീവനക്കാർ തന്നെ. പാപ്പനംകോട് മെക്കാനിക്കൽ ഭാഗത്തുള്ള ജീവനക്കാർ തന്നെ കൺട്രോൾ റൂം പണിഞ്ഞിരിക്കുന്നത്. വെക്കാനുള്ള ഉപകരണമൊക്കെ ചില ആപ്പുകാർ തരും, അവർ തന്നിട്ടുണ്ട്. അതിവിടെ വെക്കും. ഇന്നും നാളേക്ക് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് കണ്ടോളാം. നാളേക്ക് അത് കാണാം. ഇവിടെ അതിൽ കാണാം ഏതൊക്കെ ബസ് എവിടെ കൂടെ ഓടുന്നു, ഏതൊക്കെ വരിയായിട്ട് ഓടുന്നു അറിയാം. ഈ 3 ഡേറ്റയും ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേൺ ഞാൻ യൂണിയൻ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊരു എൻ്റെ മനസ്സിൽ മന്ത്രിയായി വന്നപ്പോഴുള്ള ആശയമാണ്. ഡ്യൂട്ടി പാറ്റേൺ, കളക്ഷൻ, വണ്ടിയുടെ പൊസിഷൻ, ഇത് 3 വെച്ചുകൊണ്ട് AI അസിസ്റ്റ് ചെയ്യുന്ന, അതായത് 24 hours ഇതിനെ ഇങ്ങനെ വാച്ച് ചെയ്യും. മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ ഭയങ്കരമായൊരു ബുദ്ധി. ആ ബുദ്ധി നോക്കിയിട്ട് പറഞ്ഞു തരും. ഇന്ന വണ്ടി ഇന്നത്തെ സ്പീഡ് കുറയ്ക്കണം, ഇന്നടത്ത് കൂട്ടണം, ഇന്ന വണ്ടി ഒഴിവാക്കണം. ഇപ്പം എന്നോട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുകയാണ്, നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ഗുരുവായൂരേക്ക് ഒരു വണ്ടി ഇടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പം തന്നെ തന്നിരിക്കുന്നു. അത് പറ്റൂല. ഇനി ഇതിനെ അടിച്ചു നോക്കും. കൊട്ടാരക്കരയും ഗുരുവായൂരേക്ക് പോകാൻ വണ്ടിക്ക് സാധ്യതയുണ്ടോ? അപ്പോൾ ഇത് പറയും പകലെങ്ങും സാധ്യതയില്ല. രാത്രി 11 മണിക്കൂറിന് പുറപ്പെട്ടാൽ അത് കളക്ഷനോടി ഗുരുവായൂരേക്ക് പോകാൻ പറ്റും, വേറെ വണ്ടികളുമായി കൂട്ടിമുട്ടില്ല എന്ന് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് പറയുമ്പോൾ വണ്ടി ഇടും. ആ ടൈമിൽ, അല്ല നമുക്ക് തോന്നുന്ന ടൈമിനല്ല, ATയുടെ ഇഷ്ടത്തിനല്ല, മന്ത്രിയുടെ ഇഷ്ടത്തിനല്ല, CMDയുടെ ഇഷ്ടത്തിനല്ല. ഈ കമ്പ്യൂട്ടർ പറയുന്ന വണ്ടി ഓടിച്ചാൽ ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരു 3 മാസത്തിനുള്ളിൽ KSRTCയുടെ നഷ്ടം 50%, ഇന്നുള്ള നഷ്ടത്തിൻ്റെ 50%-ലധികം ഇതുകൊണ്ട് തന്നെ കുറയും. ടയറും ഡീസലും ലാഭിച്ച് തന്നെ അൺവാണ്ടഡായിട്ട് ഓട്ടം നിർത്തിക്കൊണ്ട് KSRTC നഷ്ടത്തിൻ്റെ ഭയത്തിൽ നിന്ന് ചാടി കയറും. ഈ ഒരു സാധനം വരുന്നുണ്ട്. ഈ സാധനം നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്തു. ആരുടെയും ഇല്ല. ഇങ്ങനൊരു സാധനം ചെയ്തു തരാൻ കഴിയുമോ എന്ന് പത്രത്തിൽ പരസ്യം ചെയ്തപ്പോൾ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു. നല്ല ചെറുപ്പക്കാരാ. പക്ഷേ അതിലൊരെണ്ണം ഞാൻ സ്വപ്നം കണ്ടതിനപ്പുറമാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയും ഞങ്ങളത് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തപ്പം അത് നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് അയക്കുകയും അവരത് IT വിഭാഗം അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതാണ് നമ്മൾ വാങ്ങുന്നത്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇടുന്നതോടുകൂടി നമ്മുടെ ഇതെല്ലാം ടിക്കറ്റ് പണം മുടക്കാതെ. നിങ്ങൾ മനസ്സിലാക്കാം, കേരളത്തിലെ MLA-മാരുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വലിയൊരു സഹായം ചെയ്തു. MLA-മാർക്ക് KSRTC കമ്പ്യൂട്ടർ കൊടുക്കാൻ വകുപ്പില്ല. അദ്ദേഹം സ്പെഷ്യൽ ഓർഡർ ഇറക്കി. MLA-മാർ 10 ലക്ഷം രൂപ വരെ കമ്പ്യൂട്ടർ വാങ്ങി KSRTC കൊടുക്കാം. 28 MLA-മാർ തന്നിട്ടുണ്ട്. 28 സ്ഥലങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു. KSRTC 5 പൈസയുടെ മുടക്കില്ല. 1000 കമ്പ്യൂട്ടർ എത്ര കോടി രൂപയായി? 5 പൈസ KSRTC ചിലവില്ലാതെ 1000 കമ്പ്യൂട്ടറുകൾ വാങ്ങി KSRTC മുഴുവൻ ഡിപ്പോകളും MLA ഫണ്ട് ഉപയോഗിച്ച് എല്ലാവരും തരുന്നുണ്ട്. ഇപ്പോൾ തന്നുകൊണ്ട് 36 പേര് തന്നു കഴിഞ്ഞു. 21 സ്ഥലത്ത് 22 സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഈ ഓഫീസായിട്ട് മാറുകയാണ്. പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുന്നത് അതെല്ലാം അവസാനിപ്പിക്കാൻ പോകണം. എല്ലാം ഇനി സോഫ്റ്റ്വെയറാണ്. ജീവനക്കാരെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ പ്രസംഗം നിർത്താം. 3500-ലധികം ജീവനക്കാർക്കെതിരെ നടപടികൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ മാസത്തോടെ അത് 1000-ൽ താഴേക്ക് കൊണ്ടുവരും. മുഴുവൻ ജീവനക്കാരുടെയും പരാതികൾ, അവരുടെ പേരുടെ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചതിന് ഒരു ഫൈൻ അടിച്ചോ അതങ്ങനെ അവരുടെ സർവീസ് മാറ്റർ മുഴുവൻ അവസാനിപ്പിക്കാൻ പോവാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫയൽ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗം കൂടിയാക്കിക്കൊണ്ട് നമ്മൾ തീർക്കുന്നു. MACT കോടിക്കണക്കിനുള്ള MACT കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി സെറ്റിൽമെൻറ്റ് ചർച്ചയിലാണ്. സെറ്റിൽ ചെയ്യുന്ന പൈസ 1 മാസം കൊടുക്കാമെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിച്ചു. ആദ്യ ഘട്ടത്തിൽ സെറ്റിൽ ചെയ്ത മുഴുവൻ കേസുകളും 1 കോടി രൂപയുടെ കേസ് 26 ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു. 1 കോടി കൊടുക്കേണ്ടിടത്ത് 26
അതും എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ്. ലോ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി പ്രവർത്തിക്കും. നമ്മുടെ എല്ലാ ജഡ്ജസും ജില്ലയിലെ ജഡ്ജസിൻ്റെ നേതൃത്വത്തിലാണ് അദാലത്ത്. ഈ അദാലത്തിലൂടെ കോടിക്കണക്കിന് രൂപ KSRTC ലാഭിക്കാം. പാവപ്പെട്ടവരായ ആക്സിഡന്റിൽപ്പെട്ട ആൾക്കാർക്ക് വിധിച്ച തുക, കോടതി എന്താണോ വിധിച്ച തുക, ആ തുക 15 ദിവസത്തിനുള്ളിൽ KSRTC കൈമാറും. 15 ദിവസത്തിനുള്ളിൽ. 1 മാസം എന്നാണ് ബഹുമാനപ്പെട്ട കോടതി അറിയിച്ചത്. 15 ദിവസത്തിനുള്ളിൽ കൊടുക്കും. നമ്മുടെ ബാധ്യതകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് കൊടുക്കാൻ അവരുടെ പേരിൽ പിടിച്ചെടുത്ത പണം, ഇതെല്ലാം കോടിക്കണക്കിന് രൂപ ഇതുവരെ തിരിച്ചടച്ചിട്ടുണ്ട്. ഏതാണ്ട് 10,650 കോടി രൂപ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ജീവനക്കാരെ ബാങ്ക് അക്കൗണ്ടുകളിൽ അടച്ചിട്ടുണ്ട്. KSRTCയുടെ സൊസൈറ്റി അടച്ചുപൂട്ടലിൻ്റെ പക്കത്തായിരുന്നു. അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തു. ജീവനക്കാരിൽ നിന്ന് പിടിച്ച പണം ഇനി ജീവനക്കാരിൽ നിന്ന് ആവശ്യമില്ലാതെ പണം പിടിക്കേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഇൻഷുറൻസ് വന്നപ്പോഴും ഞാൻ അന്ന് ബലമായി നിങ്ങൾ പിടിച്ചടയ്ക്കേണ്ട, വോളണ്ടറി ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് വേണമെന്നുള്ളവർ അവർ തന്നെ സ്വന്തമായി ബാങ്കിൽ ഒരു ലിങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ അവർ ബാങ്കിൽ നിന്ന് എടുത്തോളും. വർഷാവർഷം അതിൻ്റെ പ്രീമിയം എടുത്തോളും. വെറും 2,500 രൂപയൊക്കെ ഉള്ളൂ. അത് കൊടുക്കണം ജീവനക്കാരൻ. പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോമിനിയെ പറഞ്ഞു കൊടുക്കണം. ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തരാതിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള പണം, നമ്മുടെ ക്ലെയിം തരാതിരിക്കുന്നതിനുള്ള എല്ലാ അടവുകളും അവർ പയറ്റും. അതുകൊണ്ട് എല്ലാവരും നോമിനിയെ കൊടുത്തോണം. എല്ലാ പേപ്പറും കറക്റ്റാക്കി വെച്ചോണം. കാരണം നമുക്ക് ശേഷം പ്രളയമല്ല. ഇതിനെ ഇടിച്ച് തകർത്തൊന്നും കളയരുത്. ഈ വണ്ടികൾക്കെല്ലാം ക്രൂ മാരേജ് നടപ്പിലാക്കും. അതായത് ഒരു വണ്ടി 1-2 ഡ്രൈവർമാരെയും കണ്ടക്ടറെയും കൂടി അങ്ങ് ചുമതല നിങ്ങൾക്ക് അങ്ങ് തരാൻ പോവുക. ഈ വണ്ടി ഇന്ന ആൾക്കാർക്ക് ഇരിക്കട്ടെ എന്ന് തരാൻ പോവുക. തട്ടിയാലും മുട്ടിയാലും ചീത്തയാക്കിയാലും അവനവൻ ഉത്തരം പറയണം. സ്വന്തം വണ്ടിയായി നിങ്ങൾക്ക് ക്രൂ മാരേജ് തരാൻ പോവുകയാണ് ഈ വണ്ടികളെല്ലാം. ഈ പുതിയ വാങ്ങിച്ച എല്ലാ വണ്ടികളും ആദ്യഘട്ടത്തിൽ തരികയും പിന്നീട് നിലവിലുള്ള വണ്ടികൾ മുഴുവൻ നിങ്ങൾക്ക് ക്രൂ മാരേജ് ചെയ്ത് ഇന്ന ക്രൂ. ഇപ്പം ഞാനിവിടെ നിന്ന് വോൾവോ ബസ് എടുത്തു. ഡ്രൈവർക്കും കണ്ടക്ടറിന് 6 പേരാണ് ഡ്യൂട്ടി. ഈ 6 പേരല്ലാതെ 7ാമത് ആൾ ഇത് കൊടുക്കില്ല. ഒരു കാരണവശാലും കൊടുക്കില്ല. കൊടുക്കേണ്ടി വന്നാൽ അന്ന് വണ്ടി ഓടിക്കണ്ട എന്നതാണ് തീരുമാനം. കാരണം കൊടുത്തേ ചൂണ്ടി ഇടിച്ചിട്ട് വന്നാൽ ആരും ഉത്തരവാദിയല്ല. അതുകൊണ്ട് എല്ലാ വണ്ടികളും, ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കും കൊടുക്കുക. അവരെ അലങ്കരിച്ച് വൃത്തിയാക്കി കൊണ്ടു നടന്നോണം. ഇടിച്ച് പൊളിക്കുന്നവർക്കും അനുഭവം അതായിരിക്കും, മോശമായിരിക്കും. അലങ്കരിച്ച് കൊണ്ടു നടന്നവർക്ക് കയ്യടി കിട്ടും, ഇടിച്ചു കൊണ്ടുവന്നവർക്ക് പണി കിട്ടും. ഇത് രണ്ടും ഉറപ്പാണ്. രണ്ടും ഉണ്ടല്ലോ, എല്ലാം വേണമല്ലോ. ഒരു വിട്ടുവീഴ്ചയില്ല. ആളുകളെ കൊല്ലരുത്. മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഹോമിയോ മരുന്ന്. ഹോമിയോ മരുന്നിനെ കുറിച്ച് ഞാൻ പഠിച്ചു. ഹോമിയോ മരുന്ന് ഡോക്ടർമാരൊരു പഠനം നടത്തിയിട്ട് കൊണ്ടു തന്നത്, ഹോമിയോ മരുന്ന് അടിച്ചേച്ച് വന്നാൽ ഊതത്തില്ല, ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചായെന്ന് പറഞ്ഞു. ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി, ഊതിയാൽ സൈറൺ അടിക്കില്ല എന്ന് ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന പഠനം നടത്തി എനിക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഇനി അത് പറ്റില്ല. ഹോമിയോ മരുന്ന് കഴിക്കുന്നതിന് നമ്മൾ എതിരല്ല, പക്ഷെ ഊതിയാൽ കിട്ടില്ല എന്ന് അവർ ഉറപ്പ് പറയുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഘടന എഴുതി തന്നിട്ടുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് കുടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഊതിക്കണം എന്ന് പറഞ്ഞാൽ പലർക്കും പ്രതിഷേധം തോന്നി. ഊതിച്ചുകൊണ്ടുള്ള ഗുണം 100 മരണം നടക്കുന്നിടത്ത് 37 മരണമായി കുറഞ്ഞു എന്ന് ആലോചിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഒരു മരണം ശരാശരി 1 കോടി രൂപ KSRTCക്ക് നഷ്ടം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാം, കൃത്യമായി ജോലി ചെയ്യാം. ഇനി അതുപോലെ ഈ ഡ്യൂട്ടി സറണ്ടർ ഉണ്ടാവില്ല. കാരണം ഉറങ്ങാൻ പോയി കിടക്കും. തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് മാനന്തവാടിക്ക് വണ്ടി ഓടിച്ചേച്ച് തളർന്ന അവശനായി വന്ന് കിടക്കുന്ന ആളെ ഡേ വാ നീ നണിച്ചു വാ. ഈ പലരെയും ഊതിക്കും പിടിക്കുന്നതാണ് കേട്ടോ. ഒരെണ്ണം അടിച്ചിട്ട് കിടക്കുമ്പോഴായിരിക്കും പിന്നെ ATO വിളിക്കും, വാ 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 നീ വാ, ഇന്നൊരു വണ്ടി എറണാകുളം വരെ കൊണ്ടുപോകണം, 850 രൂപ കിട്ടുന്നല്ലേ വന്നേക്കാന്ന് വിചാരിക്കും. വന്ന് ഓടിക്കും, എവിടെയെങ്കിലും പോയി ഇടിക്കും. അതുകൊണ്ട് ഇനി അതില്ല. ഉറങ്ങുന്നവർ ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. എല്ലാ ബസ് സ്റ്റേഷനിലും ഉറങ്ങാനായിട്ട് നല്ല എയർ കണ്ടീഷൻ ചെയ്ത റൂം വരുന്നുണ്ട്. കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ പുതിയ ബസ് സ്റ്റാൻഡ്, ധനകാര്യമന്ത്രി ഒരുപാട് ബസ് സ്റ്റേഷനുകളുണ്ട്. അതിലെല്ലാം ജീവനക്കാർക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും എയർ കണ്ടീഷൻ ചെയ്ത മുറികളുണ്ട്. ഓഫീസുകൾ, പാലക്കാട് ഓഫീസ് കണ്ടല്ലോ, മുഴുവൻ KSRTC ഓഫീസുകളും എയർ കണ്ടീഷൻ ചെയ്യുകയാണ്. അങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മൾ പുരോഗതിയിലേക്ക് നീങ്ങുന്നു.